ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് CSR ഫങ്ഷൻസ് എന്തെല്ലാമാണ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് CSR തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് CSR. ഓക്കെ, CSR ആക്ടിവിറ്റീസ് ആരെയെല്ലാമാണ് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെല്ലാമാണ് ഈ ഒരു CSR ആക്ടിവിറ്റീസിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന കാര്യമാണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം CSR ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏതെല്ലാം പാർട്ടീസാണ് ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് നോക്കാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് CSR. Stakeholders are the individuals or groups that have an interest in the organization and are affected by its actions. ഓക്കെ, സോ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾക്കറിയാം. വേരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഓക്കെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് എഫക്റ്റ് ചെയ്യുന്ന പാർട്ടീസിനാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡ് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ്, യൂണിയൻസ്, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, മീഡിയ എക്സെട്ര. ഓക്കെ, ഒരുപാട് ആളുകൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഓർഗനൈസേഷനുമായി ഡയറക്റ്റ് കോൺടാക്റ്റുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പുള്ള ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി കോൺടാക്റ്റുള്ള ആളുകളായിരിക്കാം. മാനേജ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദി ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് റിക്വയർഡ് ടു ഫുൾഫിൽ ദി എക്സ്പെക്റ്റേഷൻ ത്രൂ എഫക്റ്റീവ് ബിസിനസ് ഫങ്ഷനിങ് ബിക്കോസ് ദിസ് ഹാസ് ഇംപ്ലിക്കേഷൻ ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഒരു സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൂടി പരിഗണിച്ചിട്ട് വേണം ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, കാരണം കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ CSR ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹാവ് a vested interest in how the organization perform and the action it engages in to conduct business. This type of stakeholders include customers, employees, suppliers, board of directors, owners and shareholders. Primary stakeholders directly affect the success and failure of company. ഓക്കെ, നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സും ദെൻ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സും. പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷനുള്ള ആളുകളെയാണ് നമ്മൾ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സോ അവർക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് എങ്ങനെയാണ് ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. Okay, so that is primary stakeholders. Then secondary stakeholders can influence both positively and negatively the actions of organization. They indirectly affect the organization by taking action to make it difficult for the organization to succeed or by supporting the organization's effort. Secondary stakeholders include government agencies, regulation agencies, trade unions, labor unions, political group, social group ആൻഡ് ദി മീഡിയ. ഓക്കെ, സോ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളതോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള ആളുകളല്ല, എന്നാൽ ഓർഗനൈസേഷൻ്റെ ആക്ഷൻസിനെ ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ എഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസാണ് സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, അതിനകത്ത് ട്രേഡ് യൂണിയന്, ലേബർ യൂണിയന്, ദെൻ ഗവൺമെൻറ് ആൻഡ് അതർ റെഗുലേഷൻ ഏജൻസീസ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. കാരണം നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് എ ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൻ്റെ റിയൽ ഓണർ എന്ന് പറയുന്ന ഷെയർ ഹോൾഡറാണ്. കാരണം അവരാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആർ സം ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ഇൻ എ കോർപ്പറേഷൻ. ദേ ജനറലി വാണ്ട് ഗുഡ് റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദസ് ഡിമാൻഡ് high profit growth and share prices. They also expect economic and political security of their investment in the business. Okay,
സോ ഷെയർ ഹോൾഡേഴ്സാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് അവർ അവരുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ് ബിസിനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിന് ഒരു റീസണബിൾ റിട്ടേൺ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫണ്ടിന് സെക്യൂരിറ്റിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കാറ്റഗറി ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് എംപ്ലോയീസ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡറാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. കാരണം ഒരു ഓർഗനൈസേഷൻ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് ഒരു പരിധി വരെ തീരുമാനിക്കുന്നവർക്ക് എംപ്ലോയീസാണ്. എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ എഫേർട്ട് അനുസരിച്ചുകൊണ്ടായിരിക്കും ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജ്മെൻറ്റ് ടു പ്രൊവൈഡ് ഫെയർ വേജസ് ടു വർക്കേഴ്സ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ആഡിക്വസി, ഇക്വിറ്റി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഓക്കെ, സോ ആഡിക്വസി, ഇക്വിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി തുടങ്ങിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അനുസരിച്ചുകൊണ്ട് എംപ്ലോയീസിന് റീസണബിൾ റെമ്യൂണറേഷൻ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ എ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. ഓക്കെ, സോ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് ഓർഗനൈസേഷൻ ക്ലൈമറ്റിനെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഗുഡ് ക്ലൈമറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എപ്പോഴും കോൺഫ്ലിക്റ്റും ദെൻ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. They should provide welfare amenities to employees such as satisfactory working environment, good medical facilities, canteen facilities, leave and retirement benefit, etc. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അതായത് സാലറിക്ക് പുറമെ മറ്റുള്ള അമ്യൂണിറ്റീസ്, നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ദെൻ ക്യാഷ്വൽ ലീവ്സും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ എംപ്ലോയീസിനോടുള്ള കടമകൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ്. ഓക്കെ, കൺസ്യൂമേഴ്സ് ആർ ദി കിങ്. കൺസ്യൂമർ നമ്മുടെ സാധനം വാങ്ങിയാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഓക്കെ, സോ കൺസ്യൂമേഴ്സിനോടും ഒരുപാട് കടമകളുണ്ട്. കമ്പനീസ് ഷുഡ് മെയിൻറ്റെയിൻ ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് എ റീസണബിൾ പ്രൈസ് വിച്ച് ആർ സപ്ലൈഡ് ടു കസ്റ്റമേഴ്സ്. ദി മാനേജ്മെൻറ്റ് ഷുഡ് നോട്ട് മിസ്ലീഡ് കൺസ്യൂമർ ബൈ ഗിവിംഗ് ഫാൾസ് അഡ്വർടൈസ്മെൻറ്റ്. കമ്പനീസ് മസ്റ്റ് കാറ്റർ ടു ദി നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഫോർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, സോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം ഓർഗനൈസേഷൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമേ അവർക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ മാത്രമേ സെയിൽസ് സാധ്യമാവുള്ളൂ. സെയിൽസ് ഉണ്ടെങ്കിലേ പ്രോഫിറ്റും മറ്റു ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് സഫലീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ കൺസ്യൂമേഴ്സിന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓഫർ ചെയ്യണം, അതും റീസണബിൾ പ്രൈസിലായിരിക്കണം. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടുവരുന്നൊരു പ്രവണതയാണ് അഡ്വർടൈസ്മെൻറ്റിലൂടെ തെറ്റിദ്ധരിക്കുക എന്നുള്ളത്. ഓക്കെ, അതായത് ഫാൾസ് ഇൻഫർമേഷൻസ് അഡ്വർടൈസ്മെൻറ്റ്സ് ആയി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രവണതയും ഓർഗനൈസേഷൻസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് കാറ്റഗറി പറയുന്നത് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന് ക്യാഷ് കടം കൊടുക്കുന്ന ആളുകളായി, ഓക്കെ, അല്ലെങ്കിൽ കടത്തിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളുകളായി. Creditors must be responsible in making payment to suppliers on time, based on the agreed terms and conditions. This is living up to value of corporate social responsibility toward people who are involved and part of process. Okay, so ഓർഗനൈസേഷൻ്റെ കടക്കാർക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവരെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തണം, റീപേയ്മെൻറ്റ് നടത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, അവരെ നമ്മളൊരു തരത്തിലും ചീറ്റ് ചെയ്യാൻ പാടില്ല. Then fifth, government. Okay, government is also a stakeholder. The enterprises should conduct its business as a law-abiding unit and pay all the taxes and other duties honestly. Management should give up corrupting public servants or the democratic process of the selfish ends. Okay, സോ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ. ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കാനുള്ള ടാക്സ് ആയാലും മറ്റ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ആയാലും കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തണം. ഓക്കെ, ദെൻ കറക്റ്റഡായിട്ടുള്ള സർവൻസിനൊന്നും നമ്മൾ സ്വാധീനിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ്റിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ. ദെൻ കമ്മ്യൂണിറ്റി, ഓക്കെ, ഓർ സൊസൈറ്റി. ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ബാലൻസ് ബിറ്റ്വീൻ നീഡ്സ് ഓഫ് ബിസിനസ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ,
നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്കണോമിക് ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനം തന്നെയാണ്. ഓക്കെ, അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, റിട്ടേൺ ഉണ്ടാക്കുക, ഇൻകം ഉണ്ടാക്കുക എന്നൊക്കെ തന്നെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു ഒബ്ജക്റ്റീവിനോടൊപ്പം തന്നെ സൊസൈറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ എന്നുള്ളൊരു ഒരു കൺസിഡറേഷൻ കൂടി ബിസിനസ് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദെയർ ഷുഡ് ബി എ ബാലൻസ്. ഓക്കെ, ബിസിനസ്സിൻ്റെ സ്വന്തം ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ സൊസൈറ്റിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവ് തമ്മിലൊരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. The social responsibility of the business should be reflected in their policies with respect of environmental protection, pollution control, conservation of natural resources, rural development, and then setting up of industrial unit in backward areas, employment of socially handicapped and weaker section of the society, etc. ഓക്കെ, സോ നമുക്ക് ഒരുപാട് രീതിയിൽ സൊസൈറ്റിയോടുള്ള കടമകൾ പൂർത്തീകരിക്കാം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എൻവയോൺമെൻറ്റിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ദെൻ സ്കെയർ ആയിട്ടുള്ള റിസോഴ്സസ്, ദൗർലഭ്യമുള്ള റിസോഴ്സസ് കൺസർവ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ റൂറൽ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ബാക്ക്വേർഡ് ഏരിയാസിൽ, ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിൽ പുതിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ കൊണ്ടുവരിക. ദെൻ സോഷ്യലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ ഏറ്റെടുക്കണം. ഓക്കെ, അങ്ങനെ ഏറ്റെടുത്താൽ മാത്രമേ കമ്മ്യൂണിറ്റിയോടുള്ള അവരുടെ കടമകൾ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നോക്കിയത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ വേരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇൻ CSR ആക്ടിവിറ്റീസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ബെനിഫിഷ്യറീസ് ഓഫ് CSR ആക്ടിവിറ്റീസ്, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, താങ്ക് യു.